എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ഏകദിന ടീമിനെ പ്രഖ്യാപിച്ച നിമിഷം മുതൽ കായിക ലോകം ഒന്നടങ്കം ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. കാരണം ആ പട്ടികയിൽ തിളങ്ങി നിൽക്കുന്നത് വൈഭവ് സൂര്യവംശി എന്ന യുവരക്തത്തിന്റെ പേരാണ്. ജൂൺ 6-ാം തീയതി മുതൽ ഇന്ത്യൻ മണ്ണിൽ തീപാറുന്ന പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ ടീം പര്യടനത്തിനെത്തുകയാണ്. ഒരു ടെസ്റ്റും 3 ഏകദിനങ്ങളും അടങ്ങുന്ന ഈ പരമ്പരയ്ക്കായി BCCI പ്രഖ്യാപിച്ച 15-അംഗ ടീമിൽ അതിശയകരമായ പല പേരുകളുമുണ്ട്. അതിൽ വൈഭവ് സൂര്യവംശിയുടെ പേരുൾപ്പെടെയുള്ള എല്ലാ വിശേഷങ്ങളിലേക്കും നമുക്ക് കടക്കാം. എന്നാൽ അതിനു മുൻപ് ഇരു ടീമുകളും തമ്മിലുള്ള ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ഇതുവരെ 4 ഏകദിന മത്സരങ്ങളിലാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും നേർക്കുനേർ വന്നിട്ടുള്ളത്. അതിൽ 3 ഇന്ത്യൻ പട ആധികാരികമായ വിജയം കൊയ്തപ്പോൾ അഫ്ഗാനിസ്ഥാന് ഇതുവരെ ഒരു മത്സരത്തിൽ പോലും വിജയിക്കാനായിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റിയ ആവേശകരമായ ഒരു സമനിലയുടെ ചരിത്രം അവർക്കിടയിലുണ്ട്. കണക്കുകൾ ഇന്ത്യക്ക് പൂർണ്ണമായും അനുകൂലമാണെങ്കിലും പലപ്പോഴും ഇന്ത്യൻ ടീമിന് കടുത്ത വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് തങ്ങളെ നിസ്സാരക്കാരായി കാണുന്നത് വലിയൊരു തെറ്റായിരിക്കുമെന്ന് അഫ്ഗാനിസ്ഥാൻ പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. ഇരു ടീമുകളുടെയും കരുത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ ആയുധം അവരുടെ സമാനതകളില്ലാത്ത ബാറ്റിംഗ് നിര തന്നെയാണ്. ഏത് ലോകോത്തര ബോളിംഗ് നിരയെയും കടന്നാക്രമിച്ച് തകർത്തെറിയാൻ കെൽപ്പുള്ള അനുഭവസമ്പന്നരായ മുതിർന്ന താരങ്ങളുടെയും ചോരത്തിളപ്പുള്ള യുവതാരങ്ങളുടെയും ഒരു അവിശ്വസനീയമായ മിശ്രിതമാണ് ഇന്ത്യയുടേത്. ഇതിനു പുറമെ സ്വന്തം നാട്ടിലെ സാഹചര്യങ്ങളെ പൂർണ്ണമായും മുതലെടുക്കാൻ കഴിവുള്ള കരുത്തുറ്റ പേസ് ബൌളർമാരുടെയും സ്പിൻ മാന്ത്രികരുടെയും വലിയൊരു പട തന്നെ ഇന്ത്യക്ക് സ്വന്തമായുണ്ട്. മറുഭാഗത്ത് അഫ്ഗാനിസ്ഥാന്റെ ഏറ്റവും വലിയ കരുത്ത് എക്കാലത്തെയും പോലെ അവരുടെ മാന്ത്രിക സ്പിൻ ബൌളിംഗ് തന്നെയാണ്. എതിർ ടീമിന്റെ ബാറ്റിംഗ് നിരയെ അനായാസം വരിഞ്ഞു മുറുക്കാൻ കൽപ്പുള്ള ലോകോത്തര സ്പിന്നർമാർ അവർക്കുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി തുടർച്ചയായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കുന്നതിലൂടെ അഫ്ഗാനിസ്ഥാൻ താരങ്ങളുടെ ആത്മവിശ്വാസം വാനോളം ഉയർന്നിട്ടുണ്ട്. ഒപ്പം മത്സരത്തിന്റെ ഗതി ഏത് നിമിഷവും മാറ്റിമറിക്കാൻ കഴിവുള്ള സ്ഫോടകാത്മകരായ ബാറ്റർമാരും അവർക്കുണ്ട്. അതുകൊണ്ടുതന്നെ കടലാസിൽ ഇന്ത്യയാണ് കരുത്തർ എന്നത് ശരിയാണെങ്കിലും ഈ പരമ്പരയിൽ വലിയ അട്ടിമറികൾ സൃഷ്ടിക്കാൻ അഫ്ഗാനിസ്ഥാന് പൂർണ്ണമായ കഴിവുണ്ട്. അതുകൊണ്ടുതന്നെ ക്രിക്കറ്റ് ആരാധകരെ കാത്തിരിക്കുന്നത് സിരകളിൽ തീ പടർത്തുന്ന ആവേശകരമായ പോരാട്ടങ്ങളായിരിക്കും. ഇനി നമുക്ക് BCCI പ്രഖ്യാപിച്ച ഇന്ത്യൻ ടീമിന്റെ സ്ക്വാഡിലേക്ക് വരാം. വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകൾക്ക് മുൻപായി ശക്തമായ ഒരു ബെഞ്ച് സ്ട്രെങ്ത് വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാവിയുടെ മുന്നൊരുക്കമായാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ഈ പരമ്പരയെ നോക്കിക്കാണുന്നത്. മുതിർന്ന താരങ്ങൾക്കൊപ്പം ഒരു പിടി മികച്ച യുവതാരങ്ങൾക്കും ഈ പരമ്പരയിൽ അവസരം നൽകിയിരിക്കുന്നു. യുവതാരങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കഴിവ് ലോകത്തിന് മുൻപിൽ തെളിയിക്കുന്ന ഒരു വലിയ വേദിയാണിത്. ടീമിന്റെ നായകൻ സാക്ഷാൽ ശുഭ്മാൻ ഗില്ലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ കുറച്ചു വർഷം കൊണ്ട് ഇന്ത്യൻ ബാറ്റിംഗിന്റെ ഏറ്റവും വിശ്വസ്തനായ താരമായി ഗിൽ മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ സാങ്കേതിക തികവും അചഞ്ചലമായ ക്ഷമയും അനായാസം കൂറ്റൻ ഷോട്ടുകൾ പായിക്കാനുള്ള അസാമാന്യമായ കഴിവും അദ്ദേഹത്തെ ഒരു സമ്പൂർണ്ണ ബാറ്ററാക്കി മാറ്റുന്നു. നായകൻ എന്ന നിലയിൽ ഈ പരമ്പര ഗില്ലിനു മുൻപിൽ ഒരു പുതിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് വലിയ ഇന്നിംഗ്സുകൾ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. തന്റെ സ്ഥിരതയാർന്ന പ്രകടനങ്ങളിലൂടെയും അവിസ്മരണീയമായ ഇന്നിംഗ്സുകളിലൂടെയും സെലക്ടർമാരുടെ വിശ്വാസം നേടിയെടുത്തതുകൊണ്ടാണ് ടീമിനെ നയിക്കാനുള്ള ഈ വലിയ ഉത്തരവാദിത്തം അദ്ദേഹത്തെ തേടിയെത്തിയത്. ബാറ്റിംഗിലൊപ്പം തന്നെ ഗില്ലിന്റെ തന്ത്രങ്ങളിലും നേതൃത്വ പാടവത്തിലും എല്ലാവരുടെയും കണ്ണുകളുണ്ടാകും. ഈ 2 റോളുകളിലും അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകുന്ന ഊർജ്ജം അതിവിപുലമായിരിക്കും. അടുത്തതായി വരുന്നത് ആധുനിക ക്രിക്കറ്റിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ഇതിഹാസമായ രോഹിത് ശർമ്മയാണ്. ഇന്ത്യൻ നായകനായിരുന്ന രോഹിത് തന്റെ അനുഭവ സമ്പത്തുകൊണ്ടും സംഹാരരൂപം പൂണ്ട ബാറ്റിംഗ് ശൈലി കൊണ്ടും ലോകമെമ്പാടും അറിയപ്പെടുന്നു. തന്റെ തനത് താളത്തിൽ കളിക്കുന്ന രോഹിത്തിനെ തടഞ്ഞു നിർത്താൻ ലോകത്ത് ഒരു ബോളിംഗ് നിരയ്ക്കും കഴിയില്ല. അദ്ദേഹത്തിന്റെ സാന്നിധ്യം യുവതാരങ്ങൾക്ക് വലിയൊരു പാഠപുസ്തകം കൂടിയാണ്. കാരണം എത്ര വലിയ പ്രതിസന്ധിയിൽ നിന്നും ടീമിനെ കരകയറ്റാൻ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിന് കഴിയും. ക്രിക്കറ്റ് ലോകത്ത് നിരവധി വലിയ റെക്കോർഡുകളെ സ്വന്തം പേരിൽ എഴുതി ചേർത്ത രോഹിത് ശർമ്മയിൽ നിന്ന് അതിവേഗത്തിലുള്ള മികച്ച ഒരു തുടക്കം തന്നെയാണ് അഫ്ഗാനിസ്ഥാനെതിരെ ടീം ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. ഇനി പറയാനുള്ളത് ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും വലിയ റൺ മെഷീനായ സാക്ഷാൽ വിരാട് കോഹ്ലിയെക്കുറിച്ചാണ്. ലക്ഷ്യങ്ങൾ പിന്തുടർന്ന് വിജയിക്കുന്നതിൽ ലോകത്ത് കോഹ്ലിക്കൊരു എതിരാളിയില്ല എന്നത് ഒരു സുവർണ സത്യമാണ്. അഫ്ഗാനിസ്ഥാനെതിരെയും കോഹ്ലിയുടെ റോൾ വളരെ നിർണായകമാണ്. തന്റെ ബാറ്റിൽ നിന്ന് വീണ്ടും തീപ്പൊരികൾ പാറിക്കുന്നത് കാണാൻ കോടിക്കണക്കിന് ആരാധകർ കാത്തിരിക്കുന്നു. കോഹ്ലിയുടെ അനുഭവ സമ്പത്തും അവിസ്മരണീയമായ ഫിറ്റ്നസും വിജയത്തോടുള്ള അടങ്ങാത്ത ദാഹവുമാണ് അദ്ദേഹത്തെ മറ്റു കളിക്കാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. വലിയ മത്സരങ്ങളിലെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മാസ്മരിക പ്രകടനം പുറത്തെടുക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. അതുകൊണ്ടുതന്നെ ഇന്ത്യൻ ടീം ഗ്രൗണ്ടിലിറങ്ങുമ്പോൾ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് കണ്ണുകൾ വിരാട് കോഹ്ലി എന്ന നാമത്തിലേക്ക് ചുരുങ്ങുന്നു. ഈ പരമ്പരയിലും അത്തരമൊരു അവിസ്മരണീയമായ പ്രകടനം തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മധ്യനിരയുടെ ഉത്തരവാദിത്തം പൂർണ്ണമായും ഉപനായകനായ ശ്രേയസ് അയ്യരുടെ ചുമരുകളിലായിരിക്കും.
സ്പിൻ ബോളിംഗിനെതിരെ മികച്ച രീതിയിൽ ബാറ്റ് വീശാനും മധ്യ ഓവറുകളിൽ റൺ നിരക്ക് ഉയർത്തിക്കൊണ്ടുവരാനുമുള്ള ശ്രേയസിന്റെ കഴിവ് അപാരമാണ്. ഉപനായകനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം 10 മടങ്ങ് വർദ്ധിക്കുന്നു. മുൻകാലങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ടീമിനെ താങ്ങി നിർത്തിയ പല മികച്ച ഇന്നിംഗ്സുകളും ശ്രേയസിന്റെ ബാറ്റിൽ നിന്ന് പിറന്നിട്ടുണ്ട്. ടീമിന്റെ തകർച്ചകളിൽ ആങ്കർ റോൾ ഏറ്റെടുക്കാനും സ്കോർ ബോൾ ചലിപ്പിക്കാനും കഴിവുള്ള ശ്രേയസിന്റെ നേതൃത്വ പാടവവും മികച്ചതാണ്. അഫ്ഗാനിസ്ഥാന്റെ കരുത്തുറ്റ സ്പിൻ ആക്രമണത്തിനെതിരെ അദ്ദേഹത്തിന്റെ പ്രകടനം ടീമിന് അതിനിർണായകമായിരിക്കും. വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ റോളിൽ ടീമിലെത്തിയിരിക്കുന്നത് സാങ്കേതികമായി ഏറെ കരുത്തനായ KL രാഹുലാണ്. ഏത് സാഹചര്യത്തോടും ഇണങ്ങിച്ചേർന്ന് കളിക്കാനും ആവശ്യമെങ്കിൽ ശ്രദ്ധയോടെ ബാറ്റ് ചെയ്യാനും അതല്ലെങ്കിൽ അതിവേഗം റൺസ് അടിച്ചുകൂട്ടാനുമുള്ള രാഹുലിന്റെ കഴിവ് ടീമിന് വലിയൊരു മുതൽക്കൂട്ടാണ്. വിക്കറ്റിനു പിന്നിലും തന്റെ മികവ് അദ്ദേഹം നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. സ്ഥിരതയാർന്ന പ്രകടനം ആവശ്യമായി വരുമ്പോൾ ദീർഘനേരം ക്രീസിൽ നിൽക്കാനും വലിയ ഷോട്ടുകൾ കളിക്കാനുമുള്ള രാഹുലിന്റെ അനുഭവ സമ്പത്ത് ഈ പരമ്പരയിൽ ടീമിന് ഗുണകരമാകും. രണ്ടാമത്തെ വിക്കറ്റ് കീപ്പറായി ടീമിലിടം നേടിയ ഇഷാൻ കിഷൻ തന്റെ ഭയമില്ലാത്ത ആക്രമോത്സവ ബാറ്റിംഗിന് പേരുകേട്ട താരമാണ്. ആദ്യ പന്ത് മുതൽ ബൌളർമാർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഇഷാനിന്റെ ശൈലി എതിർ ടീമിന്റെ സകല തന്ത്രങ്ങളെയും തകിടം മറിക്കാൻ പോന്നതാണ്. ലഭിക്കുന്ന അവസരങ്ങളിൽ കളിയുടെ ഗതി നിമിഷനേരം കൊണ്ട് മാറ്റിമറിക്കാൻ കഴിവുള്ള യുവതാരത്തിൽ നിന്ന് ആരാധകർ വലിയ ഇന്നിംഗ്സുകൾ പ്രതീക്ഷിക്കുന്നു. ഇനി ഈ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ പരമ്പരയിലെ ഏറ്റവും വലിയ ആകർഷണമായ വൈഭവ് സൂര്യവംശി എന്ന പ്രതിഭയിലേക്ക് വരാം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടുക എന്നത് ഒരു ഇതിഹാസ തുല്യമായ നേട്ടമാണ്. ആഭ്യന്തര ക്രിക്കറ്റിലും യുവതലത്തിലുള്ള ടൂർണമെന്റുകളിലും തന്റെ സ്ഫോടകാത്മകമായ ബാറ്റിംഗ് കൊണ്ട് സെലക്ടർമാരെയും ലോകത്തെയും അമ്പരപ്പിച്ച ഈ യുവതാരത്തിൽ എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണുള്ളത്. മുതിർന്ന ബൌളർമാർക്കെതിരെ യാതൊരു ഭയവുമില്ലാതെ കൂറ്റൻ ഷോട്ടുകൾ പായിക്കുന്ന വൈഭവിന്റെ ശൈലി ക്രിക്കറ്റ് നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരമ്പരയിൽ അവസരം ലഭിച്ചാൽ അത് തന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവാക്കി മാറ്റാൻ വൈഭവിനാകും. ഈ യുവപ്രതിഭയുടെ അന്താരാഷ്ട്ര വേദിയിലെ പ്രകടനം കാണാൻ കോടിക്കണക്കിന് ഇന്ത്യക്കാരാണ് ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുന്നത്. ഓൾറൗണ്ടർമാരുടെ നിരയിലേക്ക് വരുമ്പോൾ ടീമിന്റെ ഏറ്റവും വലിയ നെടുന്തൂണായി മാറുന്നത് ഹാർദിക് പാണ്ഡ്യയാണ്. തന്റെ ബാറ്റ് കൊണ്ടും പന്തുകൊണ്ടും ഒറ്റയ്ക്ക് മത്സരം വിജയിപ്പിക്കാൻ കഴിവുള്ള ഹാർദിക്കിന്റെ ഊർജ്ജം അതിശയകരമാണ്. നിർണായക സമയങ്ങളിൽ വിക്കറ്റുകൾ വീഴ്ത്താനും അവസാന ഓവറുകളിൽ കൊടുങ്കാറ്റായി മാറി റൺസ് അടിച്ചുകൂട്ടാനും കഴിയുന്ന ഹാർദിക് പാണ്ഡ്യ എന്ന മാച്ച് വിന്നറുടെ സാന്നിധ്യം ഗ്രൗണ്ടിലെ മറ്റ് താരങ്ങൾക്കും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അഫ്ഗാനിസ്ഥാനെതിരെയും ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ ഹാർദിക്കിന് സാധിക്കും. ഇതിനൊപ്പം അടുത്തിടെ തന്റെ തകർപ്പൻ പ്രകടനങ്ങളിലൂടെ ഏവരെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ യുവ ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയും ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ മികവ് പുലർത്തുകയും പുതിയ പന്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന വാഷിംഗ്ടൺ സുന്ദരും ടീമിന് കൂടുതൽ ആഴവും സന്തുലിതാവസ്ഥയും നൽകുന്നു. സ്പിൻ ബൌളിംഗിന്റെ കടിഞ്ഞാണം കുൽദീപ് യാദവിന്റെ വിശ്വസ്തമായ കൈകളിലായിരിക്കും. തന്റെ മാന്ത്രികമായ സ്പിൻ കണികളിൽ ലോകോത്തര ബാറ്റർമാരെ പോലും കൊടുക്കുന്ന കുൽദീപ് മധ്യ ഓവറുകളിൽ വിക്കറ്റുകൾ വീഴ്ത്തുന്നതിൽ അഗ്രഗണ്യനാണ്. പേസ് ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അർഷ്ദീപ് സിംഗിന്റെ ചുമലുകളിലായിരിക്കും വലിയ ഉത്തരവാദിത്തം. പുതിയ പന്തിൽ സ്വിംഗ് കണ്ടെത്താനും ഡെത്ത് ഓവറുകളിൽ തീപാറുന്ന യോർക്കറുകൾ എറിയാനുമുള്ള അർഷ്ദീപിന്റെ കഴിവ് അഫ്ഗാൻ ബാറ്റർമാർക്ക് വലിയൊരു പേടി സ്വപ്നമായിരിക്കും. തന്റെ അസാമാന്യമായ ഉയരവും അതിവേഗത്തിലുള്ള പന്തുകളും ബാറ്റർമാരെ വിറപ്പിക്കുന്ന പ്രസിദ്ധ കൃഷ്ണ കൂടി ചേരുമ്പോൾ ഇന്ത്യൻ പേസ് നിര കൂടുതൽ കരുത്താർജിക്കുന്നു. ഇതിനെല്ലാം പുറമെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനങ്ങളുടെ പിൻബലത്തിൽ ദേശീയ ടീമിലേക്ക് കടന്നുവന്ന യുവ പേസ് ബൌളർ പ്രിൻസ് യാദവിനും ഭാവിയുടെ വാഗ്ദാനങ്ങളായി സെലക്ടർമാർ വിശ്വാസമർപ്പിച്ച് പ്രതിഭാശാലികളായ ഗുർനൂർ ബ്രാറിനും ആദ്യമായി ഇത്രയും വലിയൊരു വേദിയിൽ തന്റെ മികവ് തെളിയിക്കാൻ കാത്തിരിക്കുന്ന ഹർഷ് ദുബേയ്ക്കും ഈ പരമ്പര തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള സുവർണാവസരമാണ്. ചുരുക്കി പറഞ്ഞാൽ അനുഭവ സമ്പത്തിന്റെയും യുവത്വത്തിന്റെ അദമ്യമായ ഊർജ്ജത്തിന്റെയും ഒരു തികഞ്ഞ സമ്മിശ്രമാണ് ഈ പരമ്പരയ്ക്കായി ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത്. ഒരിടത്ത് രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയ ഇതിഹാസങ്ങൾ തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ നിലയുറപ്പിക്കുമ്പോൾ മറുഭാഗത്ത് വൈഭവ് സൂര്യവംശി, പ്രിൻസ് യാദവ്, ഗുർനൂർ ബ്രാർ, ഹർഷ് ദുബെ തുടങ്ങിയ യുവ നക്ഷത്രങ്ങൾ തങ്ങളുടെ പ്രഭ ചൊരിയാൻ കാത്തിരിക്കുന്നു. അതുകൊണ്ടുതന്നെ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഈ പരമ്പര കേവലം ഒരു ജയപരാജയങ്ങളുടെ കണക്കെടുപ്പ് മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന കാലത്തെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ശോഭനമായ ഭാവിയിലേക്കുള്ള വാതായനങ്ങൾ തുറക്കുന്ന ഒരു വലിയ വേദി കൂടിയായി ചരിത്രത്തിൽ ഇടം പിടിക്കും. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.